വലിയ പറമ്പ ഹോം സ്റ്റേ പദ്ധതി. ഗ്രാമീണ ടൂറിസത്തിനുള്ള ഒരു പുതുതലമുറയുടെ തുടക്കം കേരളത്തിലെ ഏറ്റവും നീളമുള്ള പഞ്ചായത്തായി അറിയപ്പെടുന്ന അറബിക്കടലിനും കൗവായിക്കായലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിലാണ്. ഒട്ടനവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ പ്രദേശം ഗ്രാമീണ ടൂറിസത്തിന്റെ അതുല്യ സാധ്യതകൾ പകർന്നിടുന്നു. ഈ സാധ്യത മനസ്സിലാക്കിയതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള 25 കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ഹോം സ്റ്റേ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നിട്ടിറങ്ങിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് CDS ഹോം സ്റ്റേ എന്നുള്ളൊരു ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങുമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു ഞാൻ. നിലവിൽ ഇവിടെ കുടുംബശ്രീയുടെ ഹോം സ്റ്റേ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്ന ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDS എന്നിവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പദ്ധതിക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. തദ്ദേശീയരായ ജനതയ്ക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷനും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഹോം സ്റ്റേ സംരംഭത്തിലേക്ക് കടക്കുകയാണ്. സംരംഭ മേഖലയിൽ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇടം പിടിച്ചിട്ടുള്ള ജോബ് കഫേയാണ് വാർഡ് തല മൊബിലൈസേഷനും പരിശീലനവും നൽകിക്കൊണ്ട് നമ്മുടെ തീരദേശവാസികളായിട്ടുള്ള സംരംഭകരെ ഹോം സ്റ്റേ സംരംഭത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവർ വിരുന്നുകാർക്ക് നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണവും തനതായ താമസാനുഭവവും അതോടൊപ്പം പരിസ്ഥിതി സൗഹൃദ കാഴ്ചകളിലേക്കുമുള്ള ഒരു യാത്രയും സമ്മാനിക്കുന്നു. വാനരവനം, കയാക്കിംഗ്, ബീച്ചുകൾ, പുലിമുട്ട്, പാരമ്പര്യ മത്സ്യബന്ധന രീതികൾ, തെയ്യം, ഗ്രാമീണ കലയെ ആസ്പദമാക്കിയ കാഴ്ചകൾ എന്നിങ്ങനെ നാടിന്റെ തനതായ ജീവിത രീതികളിലേക്കുള്ള ദൃശ്യാനുഭവങ്ങളാണ് വലിയ പറമ്പ പ്രധാനമായും പങ്കുവെക്കുന്നത്. ജോബ് കഫേ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നൽകിയ പരിശീലനവും കൺസൾട്ടൻസിയും പദ്ധതിയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ജോബ് കഫേയുടെ 25 ദിവസത്തെ പരിശീലനം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഈ ഒരു മേഖലയെ നന്നായിട്ട് അറിയാൻ പറ്റി. ഓരോരു അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു വന്ന് ക്ലാസ് എടുത്തത്. ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബശ്രീ പ്രവർത്തക എങ്ങനെ ഒരു നല്ല സംരംഭകയാകാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കാം എന്നുള്ള ഒരു ട്രെയിനിങ്, നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടി എന്ന് തന്നെ പറയാം. ജോബ് കഫേ ഡയറക്ടർ തന്നെ നേരിട്ട് വാർഡുകളിൽ മൊബിലൈസേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് വിവരം കൊടുത്തിട്ടാണ് ഈ ഒരു പരിശീലനം കൊണ്ടുപോയത്. ഹോം സ്റ്റേ പ്രവർത്തന രീതികൾ, ഗസ്റ്റ് മാനേജ്മെന്റ്, ഭക്ഷ്യ ഹൈജീൻ മാനദണ്ഡങ്ങൾ, ലോക്കൽ ടൂർ കോർഡിനേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ബ്രാൻഡിംഗ്, നിയമാനുസൃത അനുമതികൾ, സാമ്പത്തികം, വിലനിർണ്ണയം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലാണ് പ്രധാനമായും പരിശീലനം നൽകിയത്. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫാമിലി ആയിട്ട് നിൽക്കുന്ന വീട്ടിൻ്റെ ഉള്ള സൗകര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. കൂടുതലായിട്ടൊന്നും വേണ്ടായിരുന്നു. ഉള്ള സൗകര്യത്തിൽ നമുക്ക് ചെയ്യാന്നില്ല ആ ഒരു ആണ് ചെയ്യുന്നത്. നമ്മളെ വീടിന് മുമ്പിൽ തന്നെ 50 മീറ്ററിനുള്ളിൽ തന്നെ പുഴയാണ്. അപ്പോൾ അവർ വന്നാൽ, ഗസ്റ്റ് വന്നാൽ നമുക്ക് നല്ല ഫ്രഷ് പിടിച്ചപാടില്ല മത്സ്യം നമുക്ക് ഭക്ഷണത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രധാനമായെന്ന് വെച്ചാൽ ഇവിടെ കല്ലുമ്മക്കായ എന്ന ഇതൊരു പ്രധാന കൃഷിയാണ്. പിന്നെ ഒരു ഗസ്റ്റ് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ചാമ്പക്ക ആയാലും സപ്പോട്ടയുണ്ട്, പേരക്കയുണ്ട്, ചക്കയുണ്ട്, പഴമുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോഴികളെ വളർത്തുന്നുണ്ട്. നല്ല നാടൻ കോഴി ഇറച്ചി വേണമെങ്കിലും നാടൻ മുട്ട വേണമെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും ഗസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എൻ്റെ വീടും എൻ്റെ പരിസരവും. തനതായ ജീവിതശൈലി, പ്രാദേശിക വിഭവങ്ങൾ, സംരംഭകത്വം എന്നിവയെ ആധാരമാക്കിയ വലിയ പറമ്പ ഹോം സ്റ്റേ പദ്ധതി സ്ത്രീ ശാക്തീകരണവും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും ലക്ഷ്യമിടുന്ന തനതായ ടൂറിസം മാതൃകയാകുന്നു. ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയത് കൂടാതെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മോണിറ്ററിങ്, വിവിധ രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾ നടത്തി വരുന്നത് ജോബ് കഫേ സ്കിൽ ആൻഡ് മാനേജ്മെന്റ് പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.